2025 എന്ന് പറയുന്ന വർഷം എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു വർഷം. ഈവൻ റിലേഷൻഷിപ്സ് ആണെങ്കിലും എൻ്റെ കരിയർ ഗ്രോത്ത് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ഇതുവരെ ഓൾമോസ്റ്റ് 2020 ഞാൻ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ കരിയർ തുടങ്ങിയിട്ട് ആൻഡ് 2025 ഏറ്റവും കൂടുതൽ ഗ്രോത്ത്. ഐ മീൻ റവന്യൂ വൈസിൽ ഏറ്റവും കൂടുതൽ ആക്ച്വലി റവന്യൂ കിട്ടാൻ തുടങ്ങിയ ആ ഒരു വർഷമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് വർക്ക് ചെയ്തിട്ടും എനിക്ക് 2025 എനിക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടി തുടങ്ങിയത്. അത്രയും നാളും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അധികം കൺസിസ്റ്റൻ്റ് അല്ല, യൂട്യൂബ് വോയിസ് അധികം കൺസിസ്റ്റൻ്റ് അല്ല ആൻഡ് ഐ എം ട്രൈങ് ടു ഗെറ്റ് ബെറ്റർ. കറക്റ്റിന് പോസ്റ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 2025 ഏറ്റവും കൂടുതൽ ഞാൻ മേടിച്ച പേർച്ചേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കാണിച്ചാൽ അത് നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഔട്ട്ഫിറ്റ്സും ഷൂസും പെർഫ്യൂംസും പല കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് തോന്നുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെയാണ് ഒരു വൈറ്റ് ലിനൻ ഷർട്ട്. 2025 പകുതി ആയപ്പോഴാണ്, പകുതി കഴിഞ്ഞപ്പോഴായിരുന്നു ഒരു ഈ ലിനൻ ഷർട്ടിനെ എടുത്തത്. അതും പ്യുവർ ലിനൻ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത് ഇടുമ്പോൾ കിട്ടുന്ന ഫീലും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഔട്ട്സ്റ്റാൻഡിങ്. നോർമൽ ഷർട്ട് ഇടുന്നതിനേയും കാട്ടി കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഫീലാണ് പ്യുവർ ലിനൻ ഇടുമ്പോൾ. കുറച്ച് എക്സ്പെൻസീവ് ആണ്, അറൗണ്ട് 2500 to 3000 ആണ് ആ ഒരു ഷർട്ടിൻ്റെ പ്രൈസ്. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓൾഡ് മണി സ്റ്റൈലൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സോ ആ ഒരു വൈറ്റ് ലിനൻ ഷർട്ട് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നല്ലതാണ്. അറ്റ്ലീസ്റ്റ് പ്യൂർ ലിനൻ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ലിനൻ ബ്ലെൻഡ് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഓൾഡ് മണി സ്റ്റൈലും നോർമൽ കാഷ്വൽ ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷനാണ്. രണ്ടാമത്തെ ഒരു വൈറ്റ് സ്നീക്കേഴ്സ് ആണ്. അഡിഡാസിൻ്റെ ഒരു സ്നീക്കേഴ്സ് ആണ്. അതിനകത്ത് ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള സ്ട്രൈപ്സും വരുന്നുണ്ട്. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്നീക്കേഴ്സ് ആണ്. ഞാൻ ഐ തിങ്ക് നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ് മേടിച്ചത്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്നീക്കറാണ്. ഞാൻ ഈ സ്ലൈറ്റ്ലി ബാഗി ആയിട്ടുള്ള പാൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും ലിനൻ പാൻസ് ഒക്കെ ഇടുന്നതിൻ്റെ കൂടെ ഞാൻ കമ്പൈൻ ചെയ്യുന്ന ഒരു ഫുഡ്വെയർ ഓപ്ഷനാണിത്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഭയങ്കര ഓവറായിട്ട് നിൽക്കത്തില്ല, എന്നാലും ചെറുതായിട്ട് പേഴ്സണാലിറ്റി കാണിക്കുന്ന രീതിയിലുള്ള ഒരു സ്നീക്കേഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ മറ്റൊരു സ്നീക്കേഴ്സും കൂടെ ഉണ്ട്. ലീവൈസിൻ്റെ ഒരു ക്രീം കളർ, ഇതിനകത്ത് ഒരു സ്വേഡ് ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയലൊക്കെയാണ് വരുന്നത്. ഒറ്റനോട്ടത്തിൽ സാംബാസിൻ്റെ ഒരു റിസംബ്ലൻസ് ആണ് വരുന്നത്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒരു ക്രീം കളർ ബാഗി അല്ലെങ്കിൽ ബേജ് കളർ ജീൻസും ബാഗി ആയിട്ടുള്ള ജീൻസൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്യാനുള്ള ഗ്രേറ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. യൂഷ്വലി ഉള്ള ഒരു വൈറ്റ് സ്നീക്കേഴ്സ് അല്ലെങ്കിൽ യൂഷ്വലി ഉള്ള നോർമൽ സ്നീക്കേഴ്സ് ഒക്കെ ഇട്ട് മടുത്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കാം. ആൻഡ് ഫൈനലി ഫുഡ് വേസിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഇതുവരെ അത് ട്രൈ ചെയ്തില്ല, മേടിച്ച് വെച്ചിട്ട് 1 മാസത്തിൽ കൂടുതലായി, ഒരു ചെൽസി ബൂട്ടാണ്. ചെറിയ രീതിയിൽ വർക്ക്സ് ഒക്കെ വരുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രക്ചർ ഉള്ളതും ഷേപ്പ് ഉള്ളതും ആ ലെതറി ഫിനിഷ് ഉള്ളതും ആ ഡീറ്റെയിലിംഗ് ഉള്ളൊരു ചെൽസി ബൂട്ടാണ്. ചെൽസി ബൂട്ട് പക്കായിട്ട് കറക്റ്റായിട്ട് എങ്ങനെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. സ്നീക്കേഴ്സ് മാത്രം ഇട്ടിട്ട് മടുത്തവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെൽസി ബൂട്ട് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളുടെ ഔട്ട്ഫിറ്റ് ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാൻ പോണൊരു ഫുഡ്വെയറും കൂടെ ആയിരിക്കും അത്. ആൻഡ് ആക്സസറിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഒരു വാച്ച്. അത് ഞാൻ എവിടെ പോയാലും തൊട്ട് അടുത്തുള്ള കടയിലാണെങ്കിൽ പോലും എൻ്റെ കയ്യിലൊരു വാച്ച് കാണും. ചിലപ്പോൾ സ്മാർട്ട് വാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻ പോകുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് വാച്ചാണ്. ആൻഡ് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാച്ചുകളിൽ ഒരെണ്ണമാണ് കാസിയോയുടെ ഈ ഒരു മെറ്റൽ വാച്ച്. ടിസോട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വാച്ച് ആയിട്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ടിസോട്ട് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. അതിൻ്റെ പ്രൈസ് 75 അല്ലെങ്കിൽ 80,000 അടുപ്പിച്ചൊക്കെ വരും. സോ ആ ഒരു പ്രൈസ് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ളവർക്ക്, അങ്ങനെ പറ്റാത്തവർക്ക് ഇത് ചൂസ് ചെയ്യാം. ഗ്രേറ്റ് ഓപ്ഷനാണ്. എബൌട്ട് 7,000 അങ്ങനെയാണ് എൻ്റെ പ്രൈസ്. പക്ഷേ നല്ല സാധനം തന്നെ, നിങ്ങൾ ട്രൈ ചെയ്തു. നെക്സ്റ്റ് ഒരു ആക്സസറി ആണ്. ഉറപ്പായി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന സാധനമാണ് ഒരു കാർഡ് ഹോൾഡർ. മേടിച്ചിട്ട് കുറച്ച് നാളായി, ചെറുതായിട്ട് ലെതറൊക്കെ കീറിയിരിക്കുകയാണ്. മേടിച്ചിട്ട് 7-8 മാസത്തിൽ കൂടുതലായി ഞാൻ ഡെയിലി ബേസിസ് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു 5 to 6 കാർഡ്സ് ഇതിനകത്തിരിക്കും. പൈസ കുറച്ച് എമൗണ്ടിൽ 500 1000 ഒക്കെ കയറ്റി വയ്ക്കാൻ പറ്റും. അല്ലാതെ ആക്ച്വൽ ട്രഡീഷണൽ പേഴ്സണൊക്കെ അല്ല, പക്ഷേ കംപ്ലീറ്റ്ലി നല്ല കുറച്ചുകൂടെ ക്ലാസി ലുക്കാണ്. സ്വൈപ്പ് ചെയ്യുമ്പോൾ കാർഡ് പൊങ്ങി വരും. അത് കംപ്ലീറ്റ്ലി നൈസ് ആയിട്ടുള്ള ഫീലാണ്, ഒരു ജെയിംസ് ബോണ്ട് വൈബാണ്. സോ ആ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഞാൻ കാർഡ് ഹോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ പേഴ്സ് മാറ്റിയിട്ട് കാർഡ് ഹോൾഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 1-2 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങൾ കാർഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. കാർഡ്സും പൈസയും വിൽക്കും. ഇപ്പോൾ എല്ലാവരും ജിപേ അല്ലേ, എന്നിട്ട് കയ്യിൽ കാശ് കാണത്തില്ല. അപ്പോൾ കാർഡ്സ് ആണ് കൂടുതലുള്ളത്. ജിപേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് എടുക്കുക. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ കാർഡ്സ് ആണ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാം. 5 to 6 കാർഡ്സ് അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ഒരു ക്ലാസി ഐറ്റമാണ്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്ത ബഡ്ജറ്റ് കാറ്റഗറിയിൽ കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു സാധനം അജ്മൽ പെർഫ്യൂമിൻ്റെ ഈ ഒരു പെർഫ്യൂം. ആൻഡ് പേഴ്സണലി ഒരു ലൈറ്റ് ഫ്രൂട്ടിഷ് ലെമൺ
ഫ്രൂട്ടി അല്ലെങ്കിൽ സിട്രസി ടൈപ്പ് ഓഫ് സ്മെല്ലാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും ഈ ഫ്രൂട്ടി സിട്രസി ടൈപ്പ് ഓഫ് സ്മെൽസ് ആണ് ഇഷ്ടം. സമ്മറി ടൈപ്പ് ഓഫ് പെർഫ്യൂം ആണ്, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, അവരുടെ ഒഫീഷ്യൽ സൈറ്റിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. ആൻഡ് ഒരു ഡെയിലി യൂസിനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആൻഡ് ഒരു ഇത്തിരി എക്സ്പെൻസീവ്, അല്ലെങ്കിൽ 1200 1500 കാറ്റഗറിയിലോട്ട് വരുവാണെങ്കിൽ ലൂക്സ് മിറാസ് എന്ന് പറഞ്ഞ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എനിക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നൊരു സാധനമാണ്, പക്ഷേ ഞാൻ പേഴ്സണലി സ്പെഷ്യൽ ഒക്കേഷൻ മാത്രം യൂസ് ചെയ്യുന്ന സാധനം, കാരണം തീർന്നു പോകലും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരു അറബിക് ടൈപ്പ് അല്ലെങ്കിൽ അറബികളുടെ ദുബായ് കൈൻഡ് ഓഫ് ഫീലാണ്. ഒരു ലക്ഷറി സാധനമാണ്. ഞാൻ കല്യാണത്തിനും അങ്ങനത്തെ ഫംഗ്ഷൻസൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല ചുമ്മാ അടിച്ച് നശിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഡെയിലി യൂസിന് ഞാൻ നേരത്തെ പറഞ്ഞ അജ്മൽ പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ ഇതൊരു സ്പെഷ്യൽ ഒക്കേഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. എപ്പോഴും ഒറ്റ പെർഫ്യൂമിന് മാത്രം സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം 2-3 മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് മാറ്റി തിരിച്ചൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് പെർഫ്യൂംസ് ഉണ്ട്. എല്ലാം ഞാൻ ബഡ്ജറ്റ് കാറ്റഗറിയിലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓവർ എക്സ്പെൻസീവ് ലക്ഷറി പെർഫ്യൂംസ് ഒന്നും ഞാൻ ട്രൈ ചെയ്തില്ല. കാരണം പൊതുവേ എൻ്റെ ഓഡിയൻസ് ഒരു 18 to 25 ആ റേഞ്ചിലാണ് ഈ പഠിക്കുന്നവരും ജോലിയിലോട്ട് കയറുന്നവരൊക്കെ ആയിരിക്കും. അപ്പം അവർക്ക് അധികം പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാൻ കാണത്തില്ല. അപ്പം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷൻസ് എന്ന നിലയിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പെർഫ്യൂംസ് ആണ് കൂടുതലും മേടിക്കുന്നതും ട്രൈ ചെയ്യുന്നതും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇത്രയും ഐറ്റംസ് ആണ് 2025 ഞാൻ മേടിച്ച ഫാഷൻ പർച്ചേസസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേറെയും ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഫാഷൻ ബേസ്ഡ് ആയിട്ട് മാത്രമാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതല്ലാണ്ട് കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ 2025 എൻ്റെ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റിമറിച്ച, എൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചൊരു ഇയർ. അങ്ങനത്തെ കാര്യത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, പറഞ്ഞാൽ മതി. സോ എന്താ വീഡിയോക്ക് ഇത്രയുള്ള വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാത്തിനും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയുള്ള അടുത്ത വീഡിയോ പിന്നെ കാണാം.